Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചറിലെ ഇൻട്രോ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. R.H. സിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അമേരിക്കൻ പോയറ്റ് റൂബൻ ഹോംസ് ഒരു ബ്രേക്കപ്പിൽ നിന്ന് റിക്കവർ ആവുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു അനാലിസിസും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയം നോക്കാം. ഐ ടുക്ക് മൈ എക്സ്പെക്ടേഷൻസ്. ഞാൻ എൻ്റെ പ്രതീക്ഷകളെല്ലാം എടുത്തു. ആൻഡ് ബരീഡ് ദം ഓൾ അറ്റ് ദ ബോട്ടം ഓഫ് ദ സീ. എന്നിട്ട് അവയെല്ലാം ഞാൻ കടലിൻ്റെ അടിത്തട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ബിക്കോസ് ഐ അലോൺ വാസ് നെവർ ബ്രേവ് ഇനഫ് ടു ഡൈവ് ദാറ്റ് ഡീപ്പ്. കാരണം എനിക്ക് മാത്രമാണ് അത്ര ആഴത്തിലേക്ക് പോകാനുള്ള ധൈര്യമില്ലാതിരുന്നത്. അപ്പോൾ ഇവിടെ സ്പീക്കർ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളെല്ലാം എടുത്ത് അദ്ദേഹം കടലിന്റെ അടിത്തട്ടിൽ കുഴിച്ചിട്ടു. കാരണം അത് തിരിച്ചെടുക്കാൻ പോകാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് ആ പ്രതീക്ഷകളെല്ലാം അദ്ദേഹം എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത്, നമുക്കറിയാം, സാധാരണഗതിക്ക് ഒരു ബ്രേക്കപ്പിന് ശേഷം കമിതാക്കൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ആള് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ കുറച്ചു കാലം ഉണ്ടായിരിക്കും. അത്തരത്തിൽ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ സ്പീക്കർ ഉൾക്കൊള്ളുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഐ ടുക്ക് മൈ പെയിൻ, ദി ആംഗ്വിഷ്, ആൻഡ് ടേൺഡ് ഇറ്റ് ഇൻ ടു പവർ. ഞാൻ എൻ്റെ വേദനയും ആകുലതയും എടുത്തു. ആൻഡ് ടേൺഡ് ഇറ്റ് ഇൻ ടു പവർ. അതിനെ എൻ്റെ ശക്തിയാക്കി ഞാൻ മാറ്റി. ഇവിടെ ആ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വേദന അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതിനെ അദ്ദേഹത്തിന്റെ ശക്തിയാക്കിയിട്ട് മാറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാവുക, അതിൽ നിന്ന് ഒരു വേദന ലഭിക്കുക, പക്ഷെ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തിയാക്കിയിട്ട് മാറ്റാൻ തനിക്ക് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ഐ ഫോണ്ട് മോർ ഓഫ് മൈസെൽഫ് ഇൻ ദ ലോൺലിയസ്റ്റ് ഓഫ് അവേഴ്സ്. ഏകാന്തമായിട്ടുള്ള നിമിഷങ്ങളിൽ ഞാൻ എന്നെ കൂടുതലായി കണ്ടെത്തി എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ബ്രേക്കപ്പിന് ശേഷം വളരെ ലോൺലി ആയിട്ടുള്ള, ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ ആ ഒറ്റപ്പെട്ടിട്ടുള്ള അവസ്ഥയിൽ കാര്യങ്ങൾ ചിന്തിക്കാനും ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും തനിക്ക് കഴിഞ്ഞു. അങ്ങനെ എന്നെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും എല്ലാം കൂടുതൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ഐ യൂസ്ഡ് മൈ ടിയേഴ്സ് ടു ക്രിയേറ്റ് റിവേഴ്സ് ഫോർ മൈ ബോട്ട്. ഞാൻ എൻ്റെ കണ്ണുനീര് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ബോട്ടിനുള്ള പുഴയുണ്ടാക്കി എന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഐഡിയയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വേദനയിൽ നിന്ന് ശക്തി കണ്ടെത്തി എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കണ്ണുനീരിനെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള, അദ്ദേഹത്തിന്റെ ബോട്ടിന് സഞ്ചരിക്കാനുള്ള ഒരു പുഴയാക്കിയിട്ട് അദ്ദേഹം മാറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു വേദനയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഊർജം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഓൺ ഡിസപ്പോയിൻമെന്റ് ആൻഡ് ബിട്രേയൽ ഐ ഫ്ലോട്ട്. നിരാശയിലും വഞ്ചനയിലും ഞാനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ ശക്തിയെല്ലാം സംഭരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അനുഭവത്തിന്റെ ആ ഒരു നിരാശ, അദ്ദേഹം വഞ്ചിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു വേദന, അതിൽ മുങ്ങിത്താഴ്ന്നു പോവാതെ മുന്നോട്ട് പോവാൻ, ഒഴുകിപ്പോവാനുള്ള ഒരു ശക്തിയായിട്ട് ഈ വേദന അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ഐ ടുക്ക് യുവർ ആബ്സെൻസ് ആസ് എ സൈൻ ടു മൂവ് ഓൺ. നിന്റെ അസാന്നിധ്യം മുന്നോട്ട് പോവാനുള്ള ഒരു സൂചനയായി ഞാൻ എടുത്തു. ഇവിടെ അദ്ദേഹം പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള സൂചനയായിട്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സൂചനയായിട്ട് കൂടി ആ ഒരു അസാന്നിധ്യത്തെ അദ്ദേഹം കണക്കാക്കുകയാണ്. നൗ ദ മെലഡി ഹാസ് ചേഞ്ച്ഡ് ആൻഡ് ഐ സിംഗ് എ ന്യൂ സോങ്. നമ്മുടെ പഴയ പാട്ടെല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു, ഞാനിപ്പോൾ പുതിയൊരു പാട്ടാണ് പാടുന്നത്. അതായത് അവരുടെ ആ ഒരു പ്രണയത്തിന്റെ സംഗീതമെല്ലാം അവസാനിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പുതിയ പാട്ടാണ് അദ്ദേഹം പാടുന്നത്. മൈ ഹാർട്ട് ബ്രോക്കൺ ബ്ലൂ, മൈ മൈൻഡ് സ്പ്ലിറ്റ് ഇൻ ടു. എൻ്റെ ഹൃദയം തകർന്നു പോയിരിക്കുന്നു, തകർന്ന് നീലയായിരിക്കുന്നു. ആ ഹൃദയവേദനയാണ് അവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മൈ മൈൻഡ് സ്പ്ലിറ്റ് ഇൻ ടു. എൻ്റെ മനസ്സ് രണ്ടായി പകുത്തു പോയിരിക്കുന്നു. നമ്മൾ ഹൃദയം മുറിഞ്ഞു പോവുക, മനസ്സ് മുറിഞ്ഞു പോവുക എന്നുള്ള അദ്ദേഹത്തിന്റെ വേദനയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് യെറ്റ് ഐ ഗെയിൻഡ് പീസ്
at the loss of you. എന്നിട്ടും നിന്നെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ സമാധാനം കണ്ടെത്തി എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ആശയവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് അദ്ദേഹത്തിന് ഈ ഒരു ബ്രേക്കപ്പിൽ വേദന ഉണ്ടായിട്ടുണ്ട്, വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നൽകാനും ജീവിതത്തിന് പുതിയ ലക്ഷ്യബോധം നൽകാനും എല്ലാം സാധിച്ചതിലൂടെ ഒരു സമാധാനം കണ്ടെത്താൻ കൂടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. I took the heartache and learned a lesson. എൻ്റെ ഹൃദയവേദന ഞാൻ എടുത്തു, അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ ആശയത്തിന് തുടർച്ച തന്നെയാണ്. ആ വേദനയിൽ നിന്ന് അദ്ദേഹം ഒരു പാഠം പഠിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തെ കുറിച്ചിട്ടുള്ള ഒരു പാഠം അദ്ദേഹം പഠിക്കുന്നു. I began after we ended. നമ്മളില്ലാതായപ്പോൾ ഞാൻ ആരംഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു ഫ്രേസാണ്. അതായത് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി, നമ്മളില്ലാതെയായി, അപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യവും അർത്ഥവും വേണമെന്നുള്ള ഒരു ധാരണ എനിക്ക് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. യു ലീവിങ് വാസ് മൈ ബ്ലെസ്സിങ്. നീ പോയത് ഒരു ബ്ലെസ്സിങ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നീ ഈ വേദന സമ്മാനിച്ച് പോയത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഏകാന്തമായിട്ടുള്ള നിമിഷങ്ങളും എന്നെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായത്. അതിൽ നിന്നാണ് ഞാനിപ്പോൾ പുതിയൊരു ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കാൻ ആരംഭിച്ചിട്ടുള്ളത് എന്നൊരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അത്തരത്തിൽ നീ പോയത് കൊണ്ട് എനിക്ക് എന്നെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തോട് പറയുന്നത്. അപ്പോൾ പൊതുവിൽ നമ്മൾ ഈ പോയത്തിൽ കാണുന്നത് ഒരു ബ്രേക്കപ്പിൽ നിന്ന് റിക്കവർ ആവുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു വേദനയും അതുപോലെ തന്നെ ആ ഒരു നിരാശയും എല്ലാം മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജവും പ്രേരണയുമാക്കി മാറ്റുന്ന ഒരു സ്പീക്കറിനെയാണ് നമ്മൾ ഈ പോയത്തിൽ കാണുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡസ് എ സ്പീക്കർ ഡു വിത്ത് ദെയർ എക്സ്പെക്ടേഷൻസ്? തൻ്റെ എക്സ്പെക്ടേഷൻസ് എല്ലാം സ്പീക്കർ എന്താണ് ചെയ്യുന്നത്? ദ സ്പീക്കർ ബറീസ് ദെയർ എക്സ്പെക്ടേഷൻസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സീ. കടലിൻ്റെ അടിത്തട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദേ അബാൻഡൻഡ് ഓൾ ദെയർ എക്സ്പെക്ടേഷൻസ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയെല്ലാം അദ്ദേഹം കൈവിട്ടു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ദ സ്പീക്കർ ക്രിയേറ്റ് ഫ്രം ദെയർ ടീയേഴ്സ്? തൻ്റെ കണ്ണുനീര് കൊണ്ട് അദ്ദേഹം എന്താണ് ഉണ്ടാക്കിയത്? ദ സ്പീക്കർ ക്രിയേറ്റ്സ് റിവേഴ്സ് ഫ്രം ദെയർ ടീയേഴ്സ്. തൻ്റെ കണ്ണുനീരിൽ നിന്ന് താൻ പുഴകൾ ഉണ്ടാക്കി എന്നാണ് സ്പീക്കർ പറയുന്നത്. ഇറ്റ് സിംബലൈസസ് എ പാത്ത് വേ ടു മൂവ് ഫോർവേഡ് ഈവൻ അമിഡ്സ്റ്റ് ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ബിട്രയൽ. തനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പാത എന്നുള്ള രീതിയിലാണ് ഈ പുഴയെ കാണുന്നത്. ഒരു ബോട്ടിലൂടെ ആ ഒരു പുഴയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ഇമേജാണ് അവിടെ നൽകുന്നത്. വാട്ട് ഡസ് എ സ്പീക്കർ ഡിസ്കവർ ഇൻ ദെയർ ലോൺലിയസ്റ്റ് അവേഴ്സ്? ഇനി ഒറ്റപ്പെട്ട സമയങ്ങളിൽ സ്പീക്കർ എന്താണ് കണ്ടെത്തുന്നത്? ഇൻ ദെയർ ലോൺലിയസ്റ്റ് അവേഴ്സ് ദ സ്പീക്കർ ഡിസ്കവേഴ്സ് മോർ അബൌട്ട് ദെംസെൽസ്. തന്നെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സ്വയം കണ്ടെത്തി എന്നാണ് അദ്ദേഹം ഒറ്റപ്പെട്ട നിമിഷങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. ദ സ്പീക്കർ ഫൈൻഡ് സ്ട്രെങ്ത് ആൻഡ് സെൽഫ് അവെയർനെസ് ത്രൂ സോളിറ്റ്യൂഡ്. ഈ ഏകാന്തതയിലൂടെയാണ് ഒരു ആത്മബോധവും അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസവും ശക്തിയും എല്ലാം കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു. എക്സ്പ്ലെയിൻ ദി എക്സ്പ്രഷൻ ഐ സിംഗ് എ ന്യൂ സോങ്. ഞാനിപ്പോൾ പുതിയൊരു പാട്ടാണ് പാടുന്നത് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദി എക്സ്പ്രഷൻ ഐ സിംഗ് എ ന്യൂ സോങ് മീൻസ് ദാറ്റ് ദ സ്പീക്കർ ഹാസ് മൂവ്ഡ് ഓൺ ആൻഡ് എംബ്രേസ്ഡ് എ ന്യൂ ചാപ്റ്റർ ഇൻ ലൈഫ്. അപ്പോൾ ആ ഒരു ബ്രേക്കപ്പിൽ നിന്നൊക്കെ മുന്നോട്ട് പോയിട്ട് ജീവിതത്തിലൊരു ന്യൂ ചാപ്റ്റർ ആരംഭിച്ചു എന്നതാണ് ഈ ന്യൂ സോങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദ സ്പീക്കർ ഹാസ് ലെഫ്റ്റ് ബിഹൈൻഡ് ദ പെയിൻ ഓഫ് ദ പാസ്റ്റ് ടു മൂവ് ഫോർവേഡ്. ആ പഴയ വേദനകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങി എന്നുള്ളതാണ് ന്യൂ സോങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹൗ ഡസ് ദ സ്പീക്കർ പെർസീവ് ദി എൻഡ് ഓഫ് ദ റിലേഷൻഷിപ്പ്? ഇനി ആ റിലേഷൻഷിപ്പ് അവസാനിച്ചതിനെ കുറിച്ചിട്ടുള്ള സ്പീക്കറുടെ വീക്ഷണം എന്താണ്? ദ സ്പീക്കർ പെർസീവ്സ് ദി എൻഡ് ഓഫ് ദ റിലേഷൻഷിപ്പ് ആസ് എ ബ്ലെസ്സിങ്. ഒരു ബ്ലെസ്സിങ് ആണ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ് എന്ന രീതിയിലാണ് സ്പീക്കർ അതിനെ കാണുന്നത്. ദ സ്പീക്കർ റെക്കഗ്നൈസസ് ഇറ്റ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് പീസ്. ഒരു മനസ്സമാധാനവും അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഗ്രോത്തും നേടുന്ന ഒരു സാഹചര്യമായിട്ട്, അവസരമായിട്ടാണ് ആ റിലേഷൻഷിപ്പ് അവസാനിച്ചതിനെ സ്പീക്കർ കാണുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് റോൾ ഡസ് സോളിറ്റ്യൂഡ് പ്ലേ ഇൻ ദ സ്പീക്കേഴ്സ് ജേർണി ടുവേർഡ്സ് സെൽഫ് റിയലൈസേഷൻ? അപ്പോൾ സ്പീക്കറിൻ്റെ സെൽഫ് റിയലൈസേഷനകത്ത് സോളിറ്റ്യൂഡിൻ്റെ പങ്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. Solitude plays a crucial role in the speaker's emotional transformation, offering a quiet space for reflection and personal growth. അപ്പോൾ ഏകാന്തത അദ്ദേഹത്തിൻ്റെ സെൽഫ്
റിയലൈസേഷന് വലിയൊരു പങ്ക് വഹിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ക്വയറ്റ് സ്പേസ്, ശാന്തമായിട്ടുള്ള ആ ഒരു സമയം അദ്ദേഹത്തിന് ചിന്തിക്കാനും അതുപോലെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നു. In the absence of external influences, the speaker finds strength within themselves and gains a deeper understanding of their own emotions. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വേറെ ആരുമില്ലാതെ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇമോഷൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനും അതിലൊരു വ്യക്തത വരുത്താനും സാധിക്കുന്നത്. It is through solitude that the speaker is able to confront and process their pain directly, gradually turning it to a source of power and resilience. ഇനി ഈ ഏകാന്തതയിലൂടെയാണ് അദ്ദേഹം ആ വേദനയെയും മറികടക്കുന്നത്. ആ വേദന അനുഭവിച്ച് തീർക്കുകയും അതിൽ നിന്ന് ശക്തി കണ്ടെത്തുകയും ചെയ്യുന്നത് അദ്ദേഹം ഈ ഏകാന്തതയിലാണ്. This time of isolation becomes essential for their self-awareness as they learn to navigate their struggles independently, emerging stronger and more self-reliant. അപ്പോൾ ഈ ഏകാന്തത ഈ ഒരു സെൽഫ് അവയർനെസ് നൽകുന്നതിൽ നിർണായകമായിട്ടുള്ളൊരു ഘടകമാണ് നമ്മൾ ഈ പോയത്തിൽ കാണുന്നത്. ഒരു ഇൻഡിപെൻഡൻസ്, നീ പോയത് എനിക്ക് സമാധാനം നൽകി എന്നുള്ള തരത്തിലേക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നത് ഈ ഏകാന്തതയിൽ നിന്ന് അദ്ദേഹം സംഭരിക്കുന്ന ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ്. അനലൈസ് ദ യൂസ് ഓഫ് ഇമേജറി ഓഫ് റിവർ ആൻഡ് സീ ഇൻ ദ പോയം. ഇനി പോയത്തിനകത്ത് കടലിൻ്റെയും പുഴയുടെയും ഇമേജറി വരുന്നുണ്ട്, അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. The sea represents a vast, deep emotions and unfulfilled expectations the speaker once harbored, now buried beneath the surface. കടൽ അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകളുടെയും ഡീപ്പർ ഇമോഷൻസിൻ്റെയും സിമ്പലായിട്ടാണ് നമ്മൾ ഈ പോയത്തിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം തന്നെ കടലിൻ്റെ അടിത്തട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. The imagery of rivers created from tears symbolizes a shift towards progress, where grief and sorrow are transformed into a driving force or movement forward. ഇനി റിവറിൻ്റെ ഇമേജ് അദ്ദേഹം കണ്ണുനീരിൽ നിന്നാണ് റിവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് ഒരു പാത്ത് വേ ആയിട്ട് അദ്ദേഹത്തിന് മൂവിങ് ഫോർവേഡിനുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടാണ് അദ്ദേഹം ഈ പുഴയെ കാണുന്നത്. ആ പുഴയിലൂടെ ബോട്ടിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കണ്ണുനീരിൽ നിന്ന് അല്ലെങ്കിൽ ആ വേദനയിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതിൻ്റെ സിമ്പിളായിട്ടാണ് അദ്ദേഹം ആ പുഴയെ കാണിക്കുന്നത്. ടുഗദർ ദീസ് വാട്ടർ ബേസ്ഡ് ഇമേജസ് ഇവോക്ക് ക്ലെൻസിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, illustrating the speaker's emotional journey from despair to resilience. അപ്പോൾ ഈ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് ഇമേജറി ഈ കടലിലും അതുപോലെ പുഴയിലും നമ്മൾ കാണുന്നത് ഒരു ക്ലെൻസിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അദ്ദേഹത്തിൻ്റെ വേദനകളും അതുപോലെ തന്നെ ഈ പ്രതീക്ഷകളും എല്ലാം ശുദ്ധീകരിക്കുകയും അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതിൻ്റെ സിമ്പിളായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ ഒരു ഇമോഷണൽ ജേർണിയിൽ നിരാശയിൽ നിന്ന് നിശ്ചയദാർഢ്യത്തിലേക്ക് ഉള്ള യാത്രയുടെ സിമ്പിളായിട്ടാണ് കടലിനെയും പുഴയെയും നമ്മൾ കാണുന്നത്. The sea and river imagery emphasizes the speaker's ability to navigate through the turmoil of pain and betrayal, finding peace as they float on the currents of their own emotional journey. അപ്പോൾ ഈ കടലും പുഴയും അവിടെ അദ്ദേഹത്തിന് ഈ വേദനയിലും അതുപോലെ വഞ്ചനയിലുമെല്ലാം മുന്നോട്ട് പോകാനുള്ള ശക്തിയും പാതയുമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പോയത്തിൻ്റെ പൊതുവിലുള്ള തീമായിട്ട് കാണുന്ന ഈ വേദനയിൽ നിന്നും നിരാശയിൽ നിന്നും ഊർജം കണ്ടെത്തുക എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ട് തന്നെയാണ് ഈ കടലും പുഴയും ഇവിടെ വരുന്നത്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ സ്പീക്കേഴ്സ് പോർട്രേൽ ഓഫ് ദെയർ പാസ്റ്റ് ആൻഡ് പ്രസന്റ് സെൽസ്. ഇനി സ്പീക്കറിന്റെ പണ്ടത്തെ ഒരവസ്ഥയും പുതിയൊരവസ്ഥയും തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ സ്പീക്കേഴ്സ് പാസ്റ്റ് സെൽഫ് ഈസ് പോർട്രേഡ് ആസ് ബേർഡൻഡ് വിത്ത് പെയിൻ, ബിട്രയൽ ആൻഡ് ഇമോഷണൽ ടെർമോയിൽ, ഡീപ്ലി അഫക്റ്റഡ് ബൈ ദി ആബ്സെൻസ് ഓഫ് എ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ്. ഈ സ്പീക്കറിന്റെ പാസ്റ്റ് സെൽഫ് നമ്മൾ കാണുന്നത് ആകെ വേദനയും അതുപോലെ തന്നെ വൈകാരികതയും എല്ലാം ഉള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ആബ്സെൻസ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലാകെ തകർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് പാസ്റ്റിൽ നമ്മൾ കാണുന്നത്. ദിസ് ഏർലിയർ വേർഷൻ ഓഫ് ദ സ്പീക്കർ സ്ട്രഗിൾസ് വിത്ത് വൾണറബിലിറ്റി ആൻഡ് ഇമോഷണൽ ആംഗ്വിഷ്, ഓഫ്റ്റൻ ഓവർവെൽമഡ് ബൈ ദ വെയിറ്റ് ഓഫ് അൺഫുൾഫിൽഡ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ലോസ്. അപ്പോൾ സ്പീക്കറുടെ പഴയ വേർഷനിൽ നമ്മൾ കാണുന്നത് ഒരു വൈകാരികമായിട്ടുള്ള ദൗർബല്യമാണ്. ആ ഒരു ബ്രേക്കപ്പിൽ ആകെ തകർന്നു പോയിരിക്കുന്ന ആ പ്രതീക്ഷകൾ കൊണ്ടു നടക്കുന്ന ഒരു ദുർബലമായിട്ടുള്ള അവസ്ഥയാണ് പാസ്റ്റ് സെൽഫിൽ നമ്മൾ കാണുന്നത്. ഇൻ കോൺട്രാസ്റ്റ്, ദ പ്രസന്റ് വേർഷൻ ഓഫ് ദ സ്പീക്കർ ഈസ് എംപവേർഡ് ആൻഡ് റെസിലിയന്റ്, ഹാവിംഗ് ലേൺഡ് വാല്യുബിൾ ലെസൺസ് ഫ്രം ദെയർ ഹാർട്ട് ടേക്ക്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിത്രമാണ് സ്പീക്കറുടെ പുതിയ വേർഷനിൽ നമ്മൾ കാണുന്നത്. ഈ വേദനയിൽ നിന്ന് വാല്യുബിൾ ലെസൺസ്,
പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ശക്തിയും നിശ്ചയദാർഢ്യവും നേടിയ ഒരു ക്യാരക്ടറായിട്ടാണ് പുതിയ വേർഷനിൽ നമ്മൾ സ്പീക്കറിനെ കാണുന്നത്. The speaker now views their past struggles as a blessing, having emerged from them stronger and more self-aware, able to move on with a renewed sense of purpose and inner peace. ഇപ്പോൾ നമ്മുടെ സ്പീക്കർ ആ പഴയ വേദനയും ആ ഒരു നിരാശയും എല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ട്, അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം ആ ഒരു വേദനയിൽ നിന്നാണ് അദ്ദേഹം സ്വയം മനസ്സിലാക്കുകയും ജീവിതത്തിന് പുതിയൊരു പർപ്പസും സമാധാനവും എല്ലാം നേടുകയും ചെയ്തതെന്നാണ് പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം: എക്സ്പ്ലോർ ദ സ്പീക്കേഴ്സ് ജേർണി ഓഫ് ഇമോഷണൽ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ സ്റ്റേറ്റ് ഓഫ് വൾണറബിലിറ്റി ടു വൺ ഓഫ് റെസിലിയൻസ്. അപ്പോൾ വൈകാരികമായിട്ടുള്ള ഒരു ദുർബലമായ അവസ്ഥയിൽ നിന്ന് നിശ്ചയദാർഢ്യത്തിന്റെ അവസ്ഥയിലേക്കുള്ള സ്പീക്കറുടെ യാത്രയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ പോയം ചാർട്ട്സ് സ്പീക്കേഴ്സ് ഇമോഷണൽ ജേർണി ഫ്രം വൾണറബിലിറ്റി ടു റെസിലിയൻസ്, ഹൈലൈറ്റിംഗ് ഹൗ പെയിൻ ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ ക്യാൻ ഡ്രൈവ് പേഴ്സണൽ ഗ്രോത്ത്. അപ്പോൾ നമ്മൾ ഈ പോയത്തിൽ കാണുന്നത് സ്പീക്കർ ഒരു ദുർബലമായിട്ടുള്ള വൈകാരിക അവസ്ഥയിൽ നിന്ന് നിശ്ചയദാർഢ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ്. വേദനയിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നാണ് പോയത്തിൽ നമ്മൾ കാണുന്നത്. ഇനീഷ്യലി ദ സ്പീക്കർ ഈസ് ഓവർവെൽമിഡ് ബൈ ഡിസപ്പോയിൻമെന്റ് ആൻഡ് ആംഗ്വിഷ്. തുടക്കത്തിൽ നമ്മൾ സ്പീക്കറിനെ കാണുന്നത് ആകെ നിരാശയും വേദനയും ഉള്ള ഒരു അവസ്ഥയിലാണ്. symbolized by burying their expectations at the bottom of the sea, representing their sense of defeat. പരാജയം സമ്മതിച്ചു നിൽക്കുന്ന ഒരാളുടെ ചിത്രമാണ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. എല്ലാ പ്രതീക്ഷകളും എടുത്ത് കടലിന്റെ അടിത്തട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടുക എന്ന് പറയുന്ന വൈകാരികമായി തകർന്നിരിക്കുന്ന ഒരാളെയാണ് പോയതിന് തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. Despite their vulnerability, the speaker begins to channel pain into growth, using their tears to create rivers that symbolize movement and progress, suggesting a shift from despair to determination. ഇനി ഈ ദുർബലമായ അവസ്ഥയിൽ നിന്ന് ഈ വേദന ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. തന്റെ കണ്ണുനീരിൽ നിന്ന് ഒരു പുഴ ഉണ്ടാക്കിയിട്ട് ആ പുഴയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ഇമേജാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പോയിട്ടുള്ള ആ വേദനയുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തിപ്പെടുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ത്രൂ സോളിറ്റ്യൂഡ് ദ സ്പീക്കർ ഗെയിൻ സ്ട്രെങ്ത് ആൻഡ് സെൽഫ് അവെയർനെസ്, റെക്കഗ്നൈസിംഗ് ദാറ്റ് ദെയർ ഹാർട്ട് ടേക്ക് ക്യാൻ ബിക്കം എ സോഴ്സ് ഓഫ് പവർ. ഇനി ഈ ബ്രേക്കപ്പിന് ശേഷമുള്ള ഈ ഒരു ഏകാന്തതയിൽ അദ്ദേഹം സെൽഫ് അവെയർനെസ് കണ്ടെത്തുന്നു. തൻ്റെ വികാരങ്ങളെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും എല്ലാമുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് നേടാൻ വേണ്ടിയിട്ട് ഈ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ സാധിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. The refrain "I float" captures the speaker's ability to rise above disappointment and betrayal, signifying their growing resilience. ഇനി "I float" എന്നുള്ളൊരു വരി ഈ പോയത്തിനകത്ത് ആവർത്തിച്ചു വരുന്നുണ്ട്. അതിലാണ് ഈ സ്പീക്കറുടെ ഒരു നിരാശയിലും വേദനയിലും മുങ്ങിത്താഴ്ന്നു പോവാതെ അതിജീവിക്കാനുള്ള ഒരു ശേഷി നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം ആ ഒരു പുഴയിൽ നീന്തി എന്നല്ല പറയുന്നത്, മറിച്ച് ഒഴുകി എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യ ഘട്ടത്തിൽ അതിൽ മുങ്ങിത്താഴ്ന്ന് പോവാതെ ഇരിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. By the poem's end, the speaker embraces the end of a relationship as a chance for renewal, symbolized by singing a new song. അതിനുശേഷം ഈ റിലേഷൻഷിപ്പിന്റെ അവസാനം ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിലുള്ള അവസരമായിട്ട് അദ്ദേഹം കാണുന്നു. ആ ഒരു ന്യൂ ചാപ്റ്ററിനെയാണ് ന്യൂ സോങ് എന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. മാർക്കിംഗ് ദ ട്രാൻസിഷൻ ടു ആൻ എംപവേർഡ് ആൻഡ് പീസ്ഫുൾ സ്റ്റേറ്റ്. സമാധാനമുള്ള ശക്തിപ്പെട്ടിട്ടുള്ള ആ ഒരു അവസ്ഥയുടെ സിമ്പലായിട്ട് അത് കാണിക്കുന്നു. This journey emphasizes the speaker's ability to transform heartache into self-realization with the themes of growth and healing prevailing throughout. അപ്പോൾ ഈ പോയത്തിൽ നമ്മൾ കാണുന്നത് സ്പീക്കറുടെ ഈ ഒരു വൾണറബിലിറ്റി അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് റെസിലിയൻസ് ഉള്ള ഒരു നിശ്ചയദാർഢ്യമുള്ള അവസ്ഥയിലേക്കുള്ള യാത്രയാണ്. അത് ഈ വേദന നൽകിയിട്ടുള്ള പാഠങ്ങളും ഏകാന്തതയും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം നേടുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സാമിൻ ദ സ്പീക്കേഴ്സ് യൂസ് ഓഫ് ലാംഗ്വേജ് ടു എക്സ്പ്രസ് ദെയർ ഇമോഷണൽ ജേണി. ഇനി ഈ ഒരു ഇമോഷണൽ ജേണി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ലാംഗ്വേജ് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ദ സ്പീക്കർ യൂസസ് സിംബോളിക് ആൻഡ് ഇവോക്കേറ്റീവ് ലാംഗ്വേജ് ടു വിവിഡ്ലി എക്സ്പ്രസ് ദെയർ ഇമോഷണൽ ജേണി, ടേണിംഗ് അബ്സ്ട്രാക്ട് ഫീലിംഗ്സ് ഇൻ ടു ടാഞ്ചിബിൾ ഇമേജറി. അപ്പോൾ സിംബോളിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇമോഷണൽ ജേണി എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ അബ്സ്ട്രാക്ട് ഫീലിങ്സിനെ ടാഞ്ചിബിൾ ഇമേജറി ആയി അവതരിപ്പിക്കുന്നു. അതായത് ഈ കടലിന്റെ അടിത്തട്ടിൽ പോയിട്ട് എക്സ്പെക്ടേഷൻസ് കുഴിച്ചു മൂടുക, കണ്ണുനീരിൽ നിന്ന് പുഴയുണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഇമേജറിയിലൂടെയാണ് ഈ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്.
The metaphor of burying expectations at the bottom of the sea symbolizes the depth of the speaker's despair and their initial inability to confront their emotions. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഈ കടലിൻ്റെ അടിത്തട്ടിൽ പോയിട്ട് ഈ എക്സ്പെക്ടേഷൻസ് കുഴിച്ചു മൂടുന്നൊരു ചിത്രമാണ്. നമുക്കറിയാവുന്ന പോലെ ആ ഒരു ഡിസ്പെയർ, നിരാശയുടെയും ആ ഒരു ദുർബലമായിട്ടുള്ള ഒരു അവസ്ഥയുമാണ് അവിടെ ചിത്രീകരിക്കുന്നത്. ദ സീ റെപ്രസെൻറ്റിങ് ഓവർവെൽമിങ് അൺഫുൾഫിൽഡ് ഹോപ്സ്. അദ്ദേഹത്തിൻ്റെ ഈ പൂർത്തിയാകാതെ പോയിട്ടുള്ള പ്രതീക്ഷകളുടെയൊക്കെ ഒരു സിമ്പലായിട്ടാണ് ആ കടൽ, അത്രയും ആഴത്തിലുള്ള കടലിനെ നമ്മളവിടെ കാണുന്നത്. As the poem progresses, the metaphor of tears transforming into rivers captures the speaker's shift from pain to healing. ഇനി പോയത്തിൽ അടുത്ത ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ഈ കണ്ണുനീരിനെ പുഴയാക്കി മാറ്റി ആ പുഴയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ളൊരു ഇമേജാണ്. അപ്പോൾ അവിടെ വേദനയെ നൽകിയിട്ടുള്ള പാഠങ്ങളിൽ നിന്ന് ശക്തി നേടുക എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ലഭിക്കുന്നു. സിഗ്നിഫൈങ് ദർ എബിലിറ്റി ടു ടേൺ സോറോ ഇൻ ടു സോഴ്സ് ഓഫ് പ്രോഗ്രസ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വേദന ഒരു ശക്തി നേടാനുള്ള ഒരു സോഴ്സ് ആയിട്ട് കാണുന്ന ഒരു ഇമേജ് നമുക്ക് അവിടെ ലഭിക്കുന്നു. The repeated phrase "I float" underscores the speaker's resilience, suggesting their determination to navigate hardship without succumbing to it. ഇനി "I float" എന്നുള്ള ഒരു ഫ്രേസ് പോയതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ വേദനയിലും നിരാശയിലും ഒന്നും അദ്ദേഹം മുങ്ങിത്താഴാതെ അതിൽ ഫ്ലോട്ട് ചെയ്യുകയാണ് എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ഇമേജ് നമുക്ക് അവിടെ ലഭിക്കുന്നു. Language becomes more optimistic as the speaker shifts from reflecting on loss to embracing growth, with phrases like "sing a new song" symbolizing renewal and liberation. ഇനി പോയത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും കുറച്ചുകൂടി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ശുഭാപ്തി വിശ്വാസമുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ കാണുന്നത്. ആ വേദനയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് "സിംഗ് എ ന്യൂ സോങ്", പുതിയൊരു പാട്ട് പാടുക എന്ന തരത്തിലുള്ള ആ ഒരു ജീവിതത്തിൽ പുതിയ അധ്യായം തുടങ്ങുന്നതിൻ്റെ സിമ്പലൊക്കെയാണ് നമ്മൾ കാണുന്നത്. Through poetic language, the speaker conveys the universality of pain and resilience, inviting the reader to empathize with their journey and making their experience both personal and relatable. അപ്പോൾ ഇത്തരത്തിലുള്ള പോയറ്റിക് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഈ പെയിൻ, അതുപോലെ തന്നെ റെസീലിയൻസ് തുടങ്ങിയിട്ടുള്ള തീമുകളെല്ലാം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിലൂടെ റീഡേഴ്സിന് അത് പേഴ്സണലി റിലേറ്റബിൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.